ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പ്രൊഫഷണൽ കീ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഡിലീഷൻ സാധ്യത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എങ്ങനെയുണ്ട് മാർക്ക് എന്നൊക്കെയാണ് നമ്മൾ ഈ സെഷനിൽ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ലാബ് അസിസ്റ്റൻറ്റ് 89 അറ്റംപ്റ്റ്. അതിൽ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനം. പാൻസ്ലാവ് പ്രസ്ഥാനം ആരാണ് കൊണ്ടുവന്നതാണ് ക്വസ്റ്റ്യൻ. കുറേ നാൾ SCRT ഒക്കെ വായിച്ചിട്ട് കുറേ നാളായതുകൊണ്ട് തന്നെ പാൻസ്ലാവ് റഷ്യ ആണെന്ന് അറിയായിരുന്നു, പക്ഷേ ഓപ്ഷനിൽ റഷ്യ കാണാത്തതുകൊണ്ട് പിന്നെ ജർമ്മനി കണ്ടപ്പോൾ ജർമ്മനി ഇട്ടു എന്നേ ഉള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നും ആലോചിക്കാൻ പോയില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ വരാമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഡിലീഷൻ ഒന്നും വരാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ PSCൻ്റെ കയ്യിലാണ് എല്ലാം. ഇത് ഡിലീഷനൊന്നും പോകാൻ ചാൻസ് ഇല്ല. കാരണം പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുമ്പം നമ്മുടെ ഈ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് പോലെയുള്ള സ്ഥലങ്ങളിൽ സ്ലാവ് വംശജരെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ സപ്പോർട്ടോട് കൊണ്ടുവന്ന ഒരു സാധനമാണ് ഈ പാൻസ്ലാവ് പ്രസ്ഥാനം. അപ്പോൾ റഷ്യയുടെ സപ്പോർട്ടോട് കൂടിയാണ് എവിടെ സെർബിയ, ഗ്രീസ്, പിന്നെ ബൾഗേറിയ പോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെർബിയ പറയാം, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും പറയാം. ഇവർ തന്നെയാണ് ഇവരുടെ സ്ഥലത്തുള്ള സ്ലാവുകാരെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരുടെ സപ്പോർട്ട് നേടി? റഷ്യയുടെ സപ്പോർട്ട് നേടി. അപ്പോൾ ഇതിൽ എനിക്ക് വലിയ തെറ്റോ ഡിലീഷനോ ഒന്നും തോന്നുന്നില്ല. ഇതിൽ സെർബിയ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. പിന്നെ ചലഞ്ച് ചെയ്യുന്നവർക്ക് ചലഞ്ച് ചെയ്യാം, പക്ഷേ വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല. ബാക്കി ഈ ഒരു സെഷനിൽ എല്ലാം അങ്ങനെ ഡിലീഷൻ വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യനൊന്നുമില്ല. പിന്നീട് നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യനാണ് പിന്നെ ഒരു വിവാദമായ ക്വസ്റ്റ്യൻ. ദേശീയ ജലപാത നമ്പർ 3 ഏതുവരെ ബന്ധിപ്പിക്കും എന്നുള്ളതായിരുന്നു. അത് ഞാൻ ഓപ്ഷൻ ബി തന്നെ ഇട്ടു, പ്രൊവിഷണലും ബി തന്നെയാണ് വന്നത്. പക്ഷെ ഞാൻ തെറ്റായിട്ട് എടുത്തേക്കുന്നത്, കാരണം അറിയാൻ പറ്റില്ല. ഇത് ഡിലീഷൻ വരാൻ ഒരു 50% ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഒന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ കോട്ടപ്പുറം മുതൽ കൊല്ലം എന്ന് പറയുന്നത് നാഷണൽ വാട്ടർവേ നമ്പർ 3 തന്നെയാണ്. ഒരു കാര്യം എന്ന് പറയുമ്പോൾ കൊല്ലം മുതൽ കോഴിക്കോട് വരെ, അതായത് കോട്ടപ്പുറം കഴിഞ്ഞ് കോഴിക്കോട് വരെ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു ഒരു ഫാക്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കൊല്ലം കോട്ടപ്പുറം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് നാഷണൽ വാട്ടർവേ നമ്പർ 3 വരുന്നത് തന്നെയാണ്. കോഴിക്കോട് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് നാഷണൽ വാട്ടർവേ നമ്പർ 3 അല്ലാതാവുന്നില്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് ശരിയാണ്. പിന്നെ ഡൗട്ട് വരാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡിയിൽ മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല എന്നൊരു ഓപ്ഷൻസ് കണ്ടവർക്കാണ് ഇത് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്. അതിട്ടവരാണ് ഇനി ചലഞ്ചിന് പോകുന്നത്. അപ്പോൾ അറിയില്ല ഇനി PSC എന്താണ് ഇതിന് ആൻസർ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഫൈനൽ കീ വരുമ്പം ഇനി ഇത് ശരിയായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ മാർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മുടെ മാർക്ക് കുറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പ്രൊവിഷണൽ വരുമ്പോൾ തന്നെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ തെറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫൈനൽ കീ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മാർക്ക് കുറവിൻ്റെ ഒരു വിഷമം വരില്ല. പിന്നീട് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണത്? 3 ശരിയാണ്, മുകളിൽ പറഞ്ഞവയെല്ലാമായിരുന്നു. അപ്പോൾ അതിൻ്റെ തെറ്റിയിട്ടുണ്ടായി. ഇനി അടുത്തതാണ് താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി യോജിക്കുന്നവ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ പ്രകാരം ഇത് 3 യോജിക്കുന്നവയാണ്. എൻ്റെ ആൻസറും അത് തന്നെ ആയിരുന്നു. പിന്നീട് എന്ത് ചെയ്യാം, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഓപ്ഷൻ 3 വരുമോ എന്ന്. പക്ഷേ പ്രൊഫഷണൽ പ്രകാരം ഇത് 3 ശരിയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫൈനലിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർക്കാർ ധനനയം, അതെനിക്ക് മിസ്റ്റേക്ക് ഉണ്ടായി. 3 ശരിക്കും സർക്കാർ ധനനയത്തിൽ വരുന്നതാണ്. അപ്പം അതിൽ 1, 3 മാത്രമേ ഞാൻ ഇട്ടുള്ളൂ. അപ്പോൾ അത് ഒരു തെറ്റാണ്. അത് തൊഴിൽ സൃഷ്ടിക്കുക എന്നത് സർക്കാരിൻ്റെ ധനനയത്തിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2005 വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് എനിക്ക് ഈ ഓപ്ഷൻ എയും സിയും തമ്മിൽ നല്ല ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ട് തന്നെ ഞാൻ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തില്ല. അഴിമതിയിൽ ഏർപ്പെടുന്ന സർക്കാർ ജീവനക്കാരെ വിചാരണ ചെയ്യാനുള്ള അധികാരം ശരിക്കും ഈ വിവരാവകാശ കമ്മീഷന് ഇല്ല. വിചാരണ ചെയ്യുക, കേസെടുക്കുക, അവരെ ശിക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ വിവരാവകാശ കമ്മീഷന് പറ്റില്ല. ഒരു സിവിൽ കോടതിയുടെ അധികാരമുള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ എ കറക്റ്റാണ്. ഇവരെ തെളിവ് നൽകാനും സമൺ ചെയ്യാനും സത്യപ്രതിജ്ഞ മൂലം ഇതൊക്കെ സബ്മിറ്റ് ചെയ്യാനൊക്കെ ഇവർക്ക് കമ്പൽ ചെയ്യാൻ പറ്റും. ആ കമ്പൽ എന്ന് പറയുന്ന ഒരു വേർഡും നമ്മുടെ ബെയർ ആക്റ്റിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതേപോലെ മലയാളീകരിച്ച് വന്നേക്കുന്നതാണ് നിർബന്ധിക്കുക എന്നത്. അപ്പോൾ ഇതിൽ വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാവുക, അതുപോലെ തന്നെ തെളിവുകൾ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുള്ള അധികാരം. പിന്നെ അടുത്തത് നമ്മുടെ ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പോക്സോയും ഒരു ഡൗട്ടുള്ളതുകൊണ്ട് അത് എഴുതിയില്ല. എന്തായാലും ഓപ്ഷൻ ഡി ആണ് ആൻസർ, മുകളിൽ പറഞ്ഞ ഒന്നുമല്ല.
ഇനി 2005 ഗാർഹിക പീഡനത്തിൽ അവർ കറക്റ്റായിട്ട് 3 ടൈപ്പ് ഉത്തരവുകൾ തന്നെ കറക്റ്റായിട്ട് ബേറാക്കിൽ പറയുന്നുണ്ട്. സംരക്ഷണ ഉത്തരവ്, താമസ ഉത്തരവ്, ധനാശ്വാസ ഉത്തരവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നും കറക്റ്റായിട്ട് ആക്റ്റിലുണ്ട്. അപ്പം ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് പലതും തോന്നാം, പക്ഷെ എന്താണ് ഇതിൻ്റെ ആൻസർ? സംരക്ഷണ ഉത്തരവിൻ്റെ അണ്ടറിലാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്റ്റിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇതും ഇങ്ങനെ ഡിലീഷൻ്റെ കാര്യമൊക്കെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്ന കണ്ടു. പക്ഷേ ഡിലീഷൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ കറക്റ്റ് ആക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തിൽ ഈ പ്രൊട്ടക്ഷൻ ഓർഡേഴ്സിൻ്റെ അണ്ടറിൽ ഇതേപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ മാത്സിൽ അങ്ങനെ ഡിലീഷൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇംഗ്ലീഷിലും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. പിന്നുള്ളത് മലയാളത്തിലാണ്. മലയാളത്തിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക. അതിൽ അപരാധിയും അതിഥിയും രണ്ടും ശരിയാണ്. അപ്പോൾ അതിൽ അപരാധിയാണ് പ്രൊഫഷണൽ കൊടുത്തിരിക്കുന്നത്. അത് മിക്കവാറും ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ അനാലിസിസ് ചെയ്തത്. ഇനി ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പം ഒരു അത്യാവശ്യം ഒഴിവുകളൊക്കെ വരാൻ പറ്റിയ ഒരു പോസ്റ്റ് തന്നെയാണ്. അങ്ങനെ വളരെ കുറവുള്ള ഒഴിവുകളൊന്നും അല്ല. ഇപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് കുറച്ച് ഒഴിവേ തന്നിട്ടുള്ളൂ എങ്കിലും ഭാവിയിൽ കുറച്ചുകൂടി ഒഴിവ് വരാൻ സാധ്യതയുള്ള പോസ്റ്റ് തന്നെയാണ്. ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു പോസ്റ്റാണ്, എല്ലാവരും നോക്കിക്കാണുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എനിക്കൊന്ന് 100+ OC ടേൺ തന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം 100+ ഒക്കെ പോകുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൽ തന്നെ കുറേ ഡിലീഷനും NJD ഒക്കെ വരാം. LD ഒക്കെ വന്നു കഴിഞ്ഞാലും എല്ലാത്ത ഡിഗ്രി ലെവലൊക്കെ ഉള്ളവരൊക്കെ അതൊക്കെ ഓപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം നല്ലൊരു പോസ്റ്റ് തന്നെയായിരുന്നു. ഇനി നമുക്ക് അടുത്തത് എന്താണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സെക്കൻഡ് സ്റ്റേജ് പ്രിലിംസ് ഉണ്ട്. അപ്പോൾ പ്രിലിംസ് ഉള്ളവരെല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നല്ല റിവിഷൻ ഒരു 3 ദിവസം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 3 ദിവസം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിവൈസ് അല്ലെങ്കിൽ റിവിഷൻ നടക്കുക. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു അനാലിസിസ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.